സോ ഇതാണ് നോയ്സ് എന്ന ബ്രാൻഡിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന കളർഫിറ്റ് പ്രോ 5 ആൻഡ് കളർഫിറ്റ് പ്രോ 5 മാക്സിന്റെ ബോക്സ്. ഇവരുടെ വെറൈറ്റി ഉണ്ടല്ലോ, വെറൈറ്റി എനിക്ക് ഒരുപാട് ഇംപ്രസീവ് ആയിട്ട് തോന്നി. കാരണം പല സ്മാർട്ട് വാച്ച് വീഡിയോസിന്റെ താഴെ കമന്റ്സ് വരാറുണ്ട്, ബ്രോ ഈ ഒരു സ്മാർട്ട് വാച്ച് മെറ്റൽ സ്ട്രാപ്പിന്റെ കൂടെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ സിലിക്കോൺ സ്ട്രാപ്പ് വരുന്നുണ്ടോ, ലെതർ സ്ട്രാപ്പിന്റെ ഓപ്ഷൻ ഉണ്ടോ, കുറച്ചും കൂടി കളർഫുൾ സ്ട്രാപ്പ് ഒക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ താഴെ വരാറുണ്ട്. ഇതിൽ എല്ലാം ഉണ്ട്. ഇതാണ് സിലിക്കോൺ സ്ട്രാപ്പ്, ലെതർ സ്ട്രാപ്പ്, കളർഫുൾ നൈലോൺ സ്ട്രാപ്പ്, മെറ്റൽ ചെയിൻ സ്ട്രാപ്പ്, മെറ്റാലിക് ബാൻഡിന്റെ ഓപ്ഷൻ, അതിനോടൊപ്പം തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസും ഇവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇവരുടെ UI എക്സ്പീരിയൻസ്. അത് വാച്ചിന്റെ UI ആണെങ്കിലും ഇതിന്റെ ആപ്ലിക്കേഷൻ, അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, നല്ല പ്രൊഫഷണൽ സ്റ്റേബിൾ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എനിവേ ഫസ്റ്റ് നമുക്ക് അൺബോക്സിംഗ് കാണാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഇതാണ് കളർഫിറ്റ് പ്രോ 5 ആൻഡ് പ്രോ 5 മാക്സിന്റെ ബോക്സസ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സ്, സ്മാർട്ട് വാച്ച്, മാഗ്നറ്റിക് ചാർജിംഗ് ഡോക്ക്. സോ ഈ കളർഫിറ്റ് പ്രോ 5ൽ 1.85 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല AMOLED ഡിസ്പ്ലേ ആണ്. കളറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കത്ത് നിൽക്കും. നല്ല വൈബ്രന്റ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡീപ് ബ്ലാക്സ് ഉണ്ട്, പഞ്ചി കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 390x450p ആണ് റെസൊല്യൂഷൻ. സോ നല്ല ക്രിസ്പ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ഒരു സ്മൂത്ത്നെസ് അത് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്വന്തം ഫോട്ടോസ് വെച്ചിട്ടുള്ള കസ്റ്റം DIY വാച്ച് ഫേസ് ഉണ്ടാക്കാൻ പറ്റും. അതിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എനിക്ക് ഇനഫ് ആയിട്ട് തോന്നി. അതായത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡിസ്പ്ലേ നല്ല ക്ലിയർ ആണ്. പ്ലസ് ആനലോഗ് ആൻഡ് ഡിജിറ്റൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം. അത്യാവശ്യം പ്രീമിയം ലുക്ക് ആൻഡ് ഡിസൈനിലാണ് ഈ വാച്ച് വരുന്നത്. അതായത് മെറ്റാലിക് ബിൽഡിലാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ വെറൈറ്റി ഉള്ള സ്ട്രാപ്പ് സെലക്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാ സ്ട്രാപ്സ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്സ് ആണ്. അതായത് ഞാൻ ഈ ഒരു സ്ട്രാപ്പ് ആക്ച്വലി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നൈലോൺ നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ട്രാപ്പ് ആണ്. ഇത് ഊരാനും ഇടാനും ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ പിന്നെ ഇവിടെ ഇങ്ങനെ വലിച്ചാൽ ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവും. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ക്രൗൺ ആൻഡ് ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. സോ ഈ ക്രൗൺ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിസ്പ്ലേ ടേൺ ഓൺ ചെയ്യാം. അതിനോടൊപ്പം തന്നെ റൊട്ടേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് റൊട്ടേറ്റിംഗ് ക്രൗൺ ആണ് എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വാച്ച് ഫേസസ് ഇങ്ങനെ മാറ്റി എടുക്കാം. അതിനോടൊപ്പം തന്നെ മെനുവിൽ കയറിയിട്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത്ലി വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഈ പ്രൈസിൽ വരുന്ന മറ്റ് സ്മാർട്ട് വാച്ചുകൾ ഞാൻ ഇത്തരത്തിലുള്ള ആക്ഷൻ ബട്ടൺ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ആക്ഷൻ ബട്ടണിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നോർമൽ പ്രസ്, നെക്സ്റ്റ് ആണ് പ്രസ് ആൻഡ് ഹോൾഡ്. സോ കണ്ടില്ലേ, നോർമൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാടുണ്ട്. നോയ്സ്, ബസ്, വർക്ക്ഔട്ട്സ്, സ്പോട്ട് റെക്കോർഡ്, ആക്ടിവിറ്റി, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും. അതേ രീതിയിൽ ലോങ് പ്രസ്സിലും ഈ പറഞ്ഞ ഫംഗ്ഷൻസ് അസൈൻ ചെയ്യാം. സോ ഡബിൾ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ഷൻ ബട്ടണിൽ. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് വാച്ചിൽ പ്രതീക്ഷിക്കുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ബാറ്ററി ബാക്കപ്പ് ഇവിടെയും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് എല്ലാം സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 3 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതല്ല നിങ്ങൾ ഒരു നോർമൽ മോഡറേറ്റ് യൂസ് ഒക്കെ ആണ് എന്ന് വെച്ചാൽ ഭയങ്കരമായ രീതിയിലുള്ള ഫോൺ കോളിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഈസിലി 7-8 ദിവസമൊക്കെ നിൽക്കും. ഞാൻ ഈ ഒരു വാച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏകദേശം 60% ബാക്കിയുണ്ട്. 40% ഇതുവരെ കൺസ്യൂം ആയിട്ടുള്ളൂ. സോ നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈവ് ഫോൺ കോൾ റെക്കോർഡിംഗ് ഞാൻ ആക്ച്വലി ഈ വാച്ചിന്റെ മൈക്കിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ കോളിന്റെ റെക്കോർഡിംഗ് ആണ്. സോ എങ്ങനെയുണ്ട് ക്വാളിറ്റി താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ മൈക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ നല്ലൊരു യൂസർ ഇന്റർഫേസ് ആണ്. എനിവേ സ്പീക്കർ പെർഫോമൻസ് ആണെങ്കിലും മൈക്ക് പെർഫോമൻസ് ആണെങ്കിലും നല്ലതാണ് ഫോർ ദ പ്രൈസ്. പിന്നെ ഈ കളർഫിറ്റ് പ്രോ 5 ആൻഡ്രോയിഡ് ആൻഡ് iOS രണ്ടുമായിട്ട് കമ്പാറ്റബിൾ ആണ്. ഞാൻ പെട്ടെന്ന് ഈ വാച്ചിന്റെ UI ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് തിരിച്ചാലും ഇങ്ങനെ നമുക്ക് ഈസിലി വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻസ്. സോ മെസ്സേജ് നോട്ടിഫിക്കേഷൻസ്, വാട്സാപ്പ്, ഈവൻ ആപ്പ് നോട്ടിഫിക്കേഷൻസ്, ജിമെയിൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പ്ലസ് ഇമോജി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ക്വിക്ക് ടോഗിൾസ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈലന്റ് മോഡിലും റിംഗർ മോഡിലേക്ക് ഇടാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫോൺ ഫൈൻഡർ, ബ്രൈറ്റ്നസ് മീറ്റർ, ഡു നോട്ട് ഡിസ്റ്റർബ്, ബാറ്ററി മോഡ്. ഇതാണ് സെറ്റിംഗ്സ് നോക്കുമ്പോൾ റിസ്റ്റ് വേക്ക്, അതായത് റേസ് ടു വേക്ക് ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പിന്നെ ടാപ്പ് ടു വേക്കപ്പ്, അഗെയിൻ ബ്രൈറ്റ്നസ് മീറ്റർ, സ്ക്രീൻ ടൈം ഔട്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇതാണ് ഡയൽസ്. സോ ഈ രണ്ടുമാണ് അനലോഗ്, ഈ രണ്ടുമാണ് ഡിജിറ്റൽ. നമുക്ക് വേണമെങ്കിൽ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. ഇവിടെയാണ് മെനു. സോ നമുക്ക് വേണമെങ്കിൽ ഗ്രിഡ് അല്ലെങ്കിൽ ലിസ്റ്റ് വ്യൂവിൽ കാണാം. ഓട്ടോ സ്പോർട്സ് ഡിറ്റക്ഷൻ്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ വേണമെങ്കിൽ ടേൺ ഓൺ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പോർട്സ്, നമ്മുടെ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യും. ഡൗൺ ബട്ടൺ
ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ആക്ഷൻ ബട്ടണിന് വേണ്ടിയുള്ള സിംഗിൾ ടാപ്പ് ആൻഡ് ലോങ് പ്രസ്. ടാപ്പ് അല്ല ആക്ച്വലി പ്രസ് ആണ്. സോ സിംഗിൾ പ്രസ് ആൻഡ് ലോങ് പ്രസ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഡിവൈസ് ഇൻഫർമേഷൻ, റീബൂട്ട്, പവർ ഓഫ്, റീസെറ്റ്, മിക്ക എല്ലാ സ്മാർട്ട് വാച്ചിൽ വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ബേസിക്കലി നമ്മുടെ ഇൻഫോർമേഷൻ സമ്മറി എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കിങ്ങിൻ്റെ സമ്മറി. ഇവിടെ അലാറം, നമുക്ക് വേണമെങ്കിൽ അലാറം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്ട്ലി വാച്ചിലൂടെ തന്നെ ഇതാ കണ്ടില്ലേ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗിൻ്റെ ഡീറ്റെയിൽസ്, ബ്ലഡ് ഓക്സിജൻ, സ്ട്രെസ്, ഒരു സമ്മറി പേജ് ആണ് ബേസിക്കലി. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഹാർട്ട് റേറ്റ്, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഞാൻ ടേൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നോടെ ബ്ലഡ് ഓക്സിജൻ, സ്ലീപ്പ് ട്രാക്കിംഗ്, സ്ട്രെസ് മോണിറ്ററിംഗ്, എഗെയിൻ നമ്മുടെ ആ ഒരു സമ്മറി പേജ്. മെയിൻ മെനു ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്രൗൺ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് ആണ്. സോ ഇവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റി സമ്മറി, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, സ്ലീപ്പ് ട്രാക്കിംഗ്, ബ്രീതിങ്, സ്ട്രെസ് മോണിറ്ററിംഗ്. പിന്നെ ഈ മാക്സ് വേരിയൻറ്റിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ് ഈ കാണുന്ന മോഷൻ സ്റ്റേറ്റ്. ബേസിക്കലി ഇതിൽ 2-3 ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ VO2 മാക്സ് ഉണ്ട്, ട്രെയിനിങ് ലോഡ്, പിന്നെ റിക്കവറി ടൈം. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ഉണ്ടല്ലോ, അത് വാക്കിംഗ് ആണെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്തു, എന്തായിരുന്നു ലോഡ്, പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കും, അത് പറഞ്ഞു തരുന്ന ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ആണ് നോയ്സ് ബസ്. ബേസിക്കലി ഫോൺ കോൾ ആപ്ലിക്കേഷൻ ആണ്. ഇവിടെയാണ് കോൺടാക്ട്സ്, കോൾ ഹിസ്റ്ററി, ഡയൽ പാഡ്. സോ നല്ല റെസ്പോൺസീവ് ആണ്, നോ ഇഷ്യൂസ്. ഇതിൽ റാപ്പിഡ് ഹെൽത്ത് എന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഒറ്റ ക്ലിക്കിൽ ഹാർട്ട് റേറ്റ്, SpO2 ആൻഡ് സ്ട്രെസ്, ഈ 3 ഡീറ്റെയിൽസും ട്രാക്ക് ചെയ്യാം. ഈ റാപ്പിഡ് ഹെൽത്ത് ഫീച്ചർ പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ, പ്രോയിലില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് വർക്കൗട്ട്സ്. 100-ലധികം വർക്കൗട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി വേണമെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്പോർട്സ് റെക്കോർഡ്, ക്ലോക്ക്, റിമൈൻഡേഴ്സ്, മ്യൂസിക്, വെതർ, വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, ഫ്ലാഷ് ലൈറ്റ്, കാൽക്കുലേറ്റർ, അഗെയിൻ സെറ്റിംഗ്സ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. സോ ഇതാണ് നോയ്സിൻ്റെ നോയ്സ് ഫിറ്റ് ആപ്ലിക്കേഷൻ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നല്ല പ്രൊഫഷണൽ ലുക്കിംഗ് ആപ്ലിക്കേഷൻ ആണ്. ബഗ്സും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ ട്രാക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് ഈ ആപ്പിലൂടെ അറിയാൻ പറ്റും. സ്ലീപ്പ്, സ്ട്രെസ്, സ്റ്റെപ്സ്, ഡിസ്റ്റൻസ്, കാലറീസ്, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയാണ് ചാലഞ്ചസ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്ന് വന്നിരിക്കുന്ന ചാലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അതനുസരിച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഫ്രണ്ട്സ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നോയ്സിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ നോയ്സിൻ്റെ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മെമ്പറൊക്കെ ആവാൻ പറ്റും, പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ട്രാക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഫ്രണ്ട്സ്. സോ നമ്മൾ ഇട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, സൈക്ലിംഗ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ അവർ ആഡ് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കമ്പീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നൈസാണ്, ചെറിയൊരു നോയ്സ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്. ഇതാണ് മൈ ഡിവൈസ്, അതായത് നമ്മുടെ വാച്ചിൻ്റെ സെറ്റിംഗ്സ് ആണ്. ഇവിടെയാണ് വാച്ച് ഫേസസ്. ഞാൻ പറഞ്ഞില്ലേ കുറേ വാച്ച് ഫേസസ് ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇലസ്ട്രേഷൻ, ക്രോണോഗ്രാഫ്, മിനിമൽ അനലോഗ്, ആബ്സ്ട്രാക്ട്. സോ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്വന്തം വാച്ച് ഫേസ് ഉണ്ടാക്കാൻ പറ്റും. DIY അല്ലെങ്കിൽ കസ്റ്റം വാച്ച് ഫേസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു AQI, അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ തരുന്ന ഒരു വാച്ച് ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല 29 എഴുതി വരുന്നുണ്ട്. സോ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മുടെ AQI റീഡിംഗ് ഇവിടെ കാണിച്ചു തരും. നോട്ടിഫിക്കേഷൻസ് സെറ്റിംഗ്, കോൾ സെറ്റിംഗ്സ്, ഹെൽത്ത് മോണിറ്ററിംഗ് സെറ്റിംഗ്സ്, അലാറം, ഗൂഗിൾ ഫിറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സിങ്ക് ചെയ്യാം. മൈ കോൺടാക്ട്സ്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് 10 കോൺടാക്ട് വരെ ആഡ് ചെയ്യാൻ പറ്റും. SOS, സ്പോർട്സ് മോഡ് ആക്ടിവേഷൻ, സ്മാർട്ട് വിഡ്ജറ്റ്, അതായത് നമ്മൾ ഇവിടെ കണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ക്വിക്ക് റിപ്ലൈയുടെ ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഫോൺ കോൾ റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 5 ക്വിക്ക് റിപ്ലൈസും കൂടെ കൊടുക്കാം. ഈ കളർഫിറ്റ് Pro 5 എന്ന ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ Pro 5ഉം Pro 5 മാക്സും തമ്മിൽ ഒരു മേജർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതാണ് ഡിസ്പ്ലേയുടെ സൈസ്. സോ Pro 5ൽ 1.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ Pro 5 മാക്സിൽ 1.96, അതായത് ഓൾമോസ്റ്റ് 2 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കളർഫിറ്റ് Pro 5ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 3999 രൂപ. കളർഫിറ്റ് Pro 5 മാക്സിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 4999 രൂപ. ഈ 2 വാച്ചുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക, ചെക്ക്ഔട്ട് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.